നമ്മൾ ഗുരുനാനക് ജയന്തിയാണ്. അപ്പൊ നമ്മൾ ഗുരുദ്വാരന്റെ അമ്പലത്തിൽ ഭക്ഷണം കഴിക്കാൻ പോയി. ഹനി പറഞ്ഞതുമാതിരി ഞങ്ങളിന്ന് ഗുരുനാനക് ജയന്തിയായിട്ട് ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ കുറച്ചടുത്തുള്ള ഒരു ഗുരുദ്വാരയിൽ ലങ്കാർ കഴിക്കാൻ പോവാണ്. ഇവിടെ ഗുരുനാനക് ജയന്തിക്ക് എല്ലാ ഗുരുദ്വാരയിലും ലങ്കാർ ഉണ്ടാവും. ലങ്കാർ എന്നുള്ളത് ഒരു സംസ്കൃതം വാക്കാണ്. അതിൻ്റെ അർത്ഥം യോഗികൾക്ക് വിശ്രമിക്കാനും ഭക്ഷണം കഴിക്കാനുമുള്ള സ്ഥലം എന്നുള്ളതാണ്. അങ്ങനെ ലങ്കാർ എന്നുള്ളത് ഗുരുദ്വാരയിലെ ലഞ്ച് ഹാൾ എന്നാണ് ഇപ്പോൾ പൊതുവായിട്ട് അറിയപ്പെടുന്നത്. ഞങ്ങളടുത്തുള്ള ഗുരുദ്വാരയിലെത്തി. നമ്മുടെ അമ്പലത്തിൽ ചെയ്യുന്ന മാതിരി തന്നെയാണ് സിഖുകാരുടെ അമ്പലമാണല്ലോ ഗുരുദ്വാര. ഞങ്ങൾ ചെരുപ്പൊക്കെ അഴിച്ചു വെച്ച് ഗുരുദ്വാരയുടെ അകത്ത് കയറുകയാണ്. ഇപ്പം എല്ലാ ഗുരുദ്വാരയിലും നിങ്ങൾ ചെല്ലുമ്പോൾ അകത്ത് കയറുന്നതിന് മുമ്പേ ഇതേപോലെ കാല് കഴുകാൻ വേണ്ടിയിട്ടൊരു ഇതിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനകത്ത് കാല് കഴുകിയിട്ട് ചെരുപ്പൂരി വെച്ച് അതിനകത്ത് കാല് കഴുകിയിട്ട് മാത്രം നമുക്ക് ഗുരുദ്വാരയുടെ അകത്ത് പ്രവേശിക്കാൻ പറ്റുള്ളൂ. ഇത് അവരുടെ പ്രധാന ആരാധനാ മുറിയാണ്. അവിടെയാണ് പൂജയും പ്രാർത്ഥനയൊക്കെ നടക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അറിയുന്നത് പോലെ തന്നെ ഗുരുദ്വാരയിൽ ഒരു വ്യക്തിൻ്റെ പ്രതിമയോ പ്രതിഷ്ഠയോ ഒന്നുമല്ല പൂജിക്കുന്നത്. അവരുടെ പുണ്യഗ്രന്ഥമായ ഗുരുഗ്രന്ഥ സാഹിബാണ് ഗുരുദ്വാരയിൽ പൂജിക്കുന്നത്. അപ്പോൾ അകത്ത് വീഡിയോ എടുക്കാൻ പെർമിഷൻ ഇല്ല. അപ്പോൾ ഇതാണ് അകത്തെ കാഴ്ചകൾ. ഇപ്പോൾ ഗുരുനാനക് ജയന്തി ആയതുകൊണ്ട് തന്നെ ഇവിടെ ഡെക്കറേറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെന്ന് ഇവിടെ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ അവർ ഞങ്ങൾക്ക് രസഗുളയൊക്കെ തന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കൈയൊക്കെ കഴുകി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണേ. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ലങ്കാർ ഹാളിൻ്റെ മുമ്പിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു. അത് പറഞ്ഞ് ഞങ്ങൾ കുറച്ച് സമയം അവിടെ ഇരുന്നിട്ട് ഇത്തിരി കഴിഞ്ഞ് ഇത്തിരി തിരക്ക് മാറുമ്പോൾ പോകാമെന്ന് ഓർത്തിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യണം. സമയം ഏതാണ്ട് 1:30 ആയി. അപ്പോൾ എനിക്ക് വിശക്കുണ്ട്. ഇനി അതാ പറഞ്ഞു പെട്ടെന്ന് പോവാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ ലങ്കാർ ഹാളിൻ്റെ അടുത്തേക്ക് പോവുകയാണേ. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ പാത്രം കഴുകി അവിടെ ഭക്ഷണം കഴിക്കാനുള്ള പാത്രം കഴുകി അവിടെ വെച്ചിട്ടുണ്ടാവും. അപ്പം നമ്മൾ പാത്രം എടുത്തിട്ട് പോകണം. പാത്രവും സ്പൂണും ഗ്ലാസും എടുത്തിട്ട് പോകണം. എന്നപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവർ ഭക്ഷണം അതിൽ വിളമ്പിത്തരിക ചെയ്യുക. ഞങ്ങൾ ലങ്കാർ ഹാളിൻ്റെ അകത്ത് കയറി ഇതേപോലെ നിരത്ത് മാറ്റ് വിരിച്ചിട്ടുണ്ടാവും. ആ മാറ്റിലിരുന്നിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്. നമ്മൾ അവിടെ കയറി കഴിഞ്ഞു. എല്ലാവരും പാത്രമൊക്കെ വെച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ആൾക്കാർ ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാ ഗുരുദ്വാരയിലും ഇതേമാതിരി ആൾക്കാർ സന്നദ്ധ സേവകരായിട്ട് ഉണ്ടാവും ഭക്ഷണം വിളമ്പാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ അവർ ഭക്ഷണം കൊണ്ടുവന്ന് തരുന്നുണ്ട്. ചപ്പാത്തി അല്ലെങ്കിൽ ഇവരുടെ ഭാഷ പറഞ്ഞ റൊട്ടിയും ചോറും ദാൽ മഖനിയും ആലു മട്ടർ സബ്ജിയും പിന്നെ ഒരു പായസവുമാണ് ലങ്കാറായിട്ട് ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത്. ഭക്ഷണം കഴിച്ച് നമ്മൾ പുറത്തിറങ്ങി പ്ലേറ്റ് നമ്മൾ തന്നെ എടുത്ത് പുറത്ത് കൊണ്ടുവന്നിട്ട് അവരുടെ കയ്യിൽ കൊടുത്താൽ അവർ വാഷ് ചെയ്തോളും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി തിരിച്ച് നടക്കുകയാണ് വീട്ടിലേക്ക്. ഇതാണ് ഗുരുദ്വാരയുടെ പുറത്തത്തെ കാഴ്ചകൾ. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. നമുക്ക് കുറച്ച് അമ്പാലത്തെ ഗ്രാമക്കാഴ്ചകളും കൂടി കാണാം. ഇത് ഗുരുദ്വാരയുടെ പുറത്ത് മൈലാഞ്ചിയുടെ ചെടിയാണ്. അപ്പം ഞങ്ങളത് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇത് കടുക് കൃഷിയാണ്. അപ്പോൾ അവർ കടുക് കൃഷി ചെയ്ത് തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ കടുകിൻ്റെ ഇല തണുപ്പ് കാലത്ത് ഇവരുടെ പ്രധാന ഭക്ഷണ വിഭവമാണ്. അതും കൊണ്ടുള്ള കറി. ഇത് യൂക്കാലിപ്റ്റസ് മരമാണ്. അപ്പോൾ ഇവരാണെങ്കിൽ ഇവിടെ എല്ലായിടത്തും ഓൾമോസ്റ്റ് എല്ലാവരും യൂക്കാലിപ്റ്റസ് മരം ഇങ്ങനെ കൃഷി ചെയ്യും. കൃഷി ചെയ്യുമ്പോൾ അങ്ങനെ വലിയ പരിചരണമൊന്നും ആവശ്യമില്ല. ഒരു പ്രാവശ്യം നട്ട് കഴിഞ്ഞാൽ അതങ്ങനെ തനിയെ വളർന്നോളും. അപ്പോൾ എൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഒരു പൂർണ്ണ വളർച്ചയെത്തിയ ഒരു മരത്തിന് 3000-4000 രൂപ വരെയൊക്കെ വില കിട്ടും എന്നാണ് പറയുന്നത്. ഇത് വെളുത്തുള്ളി കൃഷിയാണ് കേട്ടോ. ഞങ്ങൾ വെറുതെ ചുമ്മാ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ മുമ്പോട്ട് നടക്കണം. ഞങ്ങളുടെ കുറച്ച് നൈബേഴ്സും ഉണ്ട്. അപ്പോൾ അവരുടെ കൂടെയാണ് ഞങ്ങൾ ഗുരുദ്വാരയിൽ വന്നത്. ഇതൊക്കെ അടുത്തടുത്തുള്ള പ്ലോട്ടുകളിൽ ആൾക്കാർ കൃഷി ചെയ്തതാണ്. ഇത് മുഴുവൻ ഗോതമ്പ് കൃഷിയാണ്. ഇപ്പോൾ ഗോതമ്പ് വിത്തിട്ടിട്ട് നമ്മുടെ നെല്ലുമാതിരി തന്നെ മുളച്ച് തുടങ്ങിയതേ ഉള്ളൂ. ഇതൊക്കെ നിറയെ പാടമാണ്. ഞങ്ങളാണെങ്കിൽ അത് ആ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പടത്തിൻ്റെ നടുവിൽ കൂടി നടക്കുകയാണ്. ഇത് എന്താണെന്ന് വെച്ചാൽ പോപ്പുലർ എന്ന് പറയുന്ന മരമാണ്. പോപ്പുലർ എന്നാണ് ഇവരിവിടെ പറയുന്നത്. അപ്പോൾ ഈ മരം എന്തിനാണ് ഉപയോഗിക്കുക എന്ന് വെച്ചാൽ മാച്ച് ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടി, തീപ്പെട്ടി ഉണ്ടാക്കാൻ വേണ്ടി.
അപ്പോൾ ഇതിങ്ങനെ ഓരോ പാടത്തിൻ്റെയും അടുത്ത് ടാങ്ക് ഉണ്ടാവും, വെള്ളം ടാങ്ക് ജലസേചനത്തിന് വേണ്ടിയിട്ട്. ഇത് നേരത്തെ കണ്ട പോപ്പുലർ എന്നുള്ള മരമാണത്. ഇതിപ്പോൾ നേരത്തെ പറഞ്ഞ യൂക്കാലിപ്റ്റസിനേക്കാളും വില കൂടുതലാണ് ആ മരത്തിന്. യൂക്കാലിപ്റ്റസിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ പരിചരണം ആവശ്യമാണെന്നാണ് ഇവർ പറയുന്നത്. ഇതൊക്കെ കടുക് കൃഷിയാണ്. നേരത്തെ കണ്ടതിനേക്കാളും കുറച്ചും കൂടി വളർന്നത് കണ്ടില്ലേ, അതിന് പൂത്തു തുടങ്ങി കടുക്. ആ മഞ്ഞ കളറിൽ കാണുന്നത് കടുകിൻ്റെ പൂവാണ്. ഇലയും കൂടി ഇച്ചിരി വലുതായിട്ടുണ്ട്. ഈ പാകത്തിലാണ് ഇല ഇവർ കറിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഞങ്ങൾ ഗുരുദ്വാരയിൽ ലങ്കാറും കഴിഞ്ഞ് കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് വീട്ടിലെത്തിയേ. അവത്താണ് ഗുരുദ്വാരത്തിൽ ലങ്കാർ കഴിഞ്ഞ് വന്നു. ഞാനിപ്പം പറയുന്ന ബീൻസ് പൂക്കളൊക്കെ കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം ലൈക്കും ചെയ്യാൻ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ ഉമ്മ.